റാഗി കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം റാഗി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി വേറെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ, അതായത് ആവശ്യമെങ്കിൽ ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചെറു തീയിൽ ചൂടാക്കിയെടുക്കുക. അടിക്ക് പിടിക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാത്രത്തിൻ്റെ താഴെ പിടിക്കരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കുറുക്ക് കിട്ടുക. കുറച്ചും കൂടെ സമയം വെച്ചാൽ ഒന്നും കൂടെ ഇത് കട്ടിയാവും. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾ ചെറു ചൂടോട് കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടം ചേർക്കുന്നവർക്ക് ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പം ഞാനിവിടെ വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത്, ഇത്തിരി മധുരത്തിന് വേണ്ടി ചേർക്കാൻ പോകുന്നത് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ഒരു പകുതി ഏത്തപ്പഴം പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ ഒരു കറുത്ത കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റാഗി കുറുക്കും അതുപോലെ തന്നെ വേവിച്ച ഏത്തപ്പഴവും ചേർത്തിട്ടുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ രാവിലത്തെ ഭക്ഷണം.